ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ചേനയും നേന്ത്രക്കായയാണ്. പച്ച നേന്ത്രക്കായും ചേനയാണ്. അപ്പോൾ ഒരു ചേനയുടെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. അതുപോലെ അത് തൊലി ചെത്തിയ ശേഷം രണ്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ച ഏത്തയ്ക്ക, അത് ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തൊലി വേണമെങ്കിൽ പൊളിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തൊലി ചെത്തിയെടുക്കാം. അപ്പോൾ ഞാൻ തൊലി ചെത്തിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നിരത്തി കൊടുത്ത ശേഷം നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം വേവാൻ വയ്ക്കാം. ഞാനിപ്പോൾ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിയുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം, ഇല്ലെങ്കിൽ രണ്ടും കൂടെ കുറേശ്ശെയായിട്ടും ചേർത്ത് കൊടുക്കാമേ. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചെറിയ ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മുറി തേങ്ങകളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയുടെ ഒരു മുറിയെ അത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കണം. ഇടയ്ക്ക് തിളച്ചപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ വെന്ത് ഈ ചാറെല്ലാം പറ്റി വരണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ചേനയും ഏത്തയ്ക്കയും നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. ഇതുപോലെ തന്നെ നല്ലതുപോലെ വെന്ത് ആ ചാറെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1.5 സ്പൂണ് നെയ്യാണ്. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം, നെയ്യ് ചേർക്കണം കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരപ്പൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ ശകലം വെള്ളം ഞാൻ ആ മിക്സിയിലെ ജാറ് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല ചട്ടിയുടെ ചൂടുമുണ്ട്, ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ശകലം വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ കറി ഒരുപാട് നീണ്ടിരിക്കത്തില്ല, കുറുകിയിരിക്കുന്ന കറിയാട്ട കാളന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണേ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേനയും ഏത്തക്കയും കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത്, ഇത് പെട്ടെന്ന് വേകുന്ന ചേനയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചത്. പിന്നെ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത് നോക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യുവേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ ഇളക്കി നല്ലതുപോലെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 പാത്രം തൈര് ഞാൻ കട്ട ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം മിക്സിയിൽ അടിച്ചെടുത്തതല്ല, അല്ലാതെ തന്നെ വിസ്ക് വെച്ചൊന്ന് കട്ട ഉടച്ച ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര് തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം, തിളക്കരുത്. നല്ലതുപോലെ ഇളക്കി ചൂടാകുമ്പോൾ നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് കടുക് വറുത്ത് ചേർക്കാമേ. ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിയൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറുക്ക് കാളൻ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല കുറുകിയിരിക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് വറുത്തും കൂടെ ഒന്ന് ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുത്താലോ. ഇനി തടുക്കാപ്പാൻ വെച്ച് കൊടുക്കാം. തടുക്കാപ്പാനിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകും കരിയാപ്പിലയാട്ടോ. ഇതിലേക്ക് നമ്മൾ ചുമന്ന ഉള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ, ഉണക്കമുളകും കരിയാപ്പിലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെ ശകലേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിയുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം, കശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ശകലം കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാളൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് വന്നിട്ട് കേട്ടോ, നല്ല കുറുക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് ഇതുപോലെ കാളനൊന്ന് വെച്ച് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട
ഇതുപോലെ ചെയ്ത് നോക്കുക. വേണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. വീഡിയോ കണ്ടപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി ഈ പ്രാവശ്യത്തെ സദ്യക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ.